നിലവിലെ കേരള നിയമസഭയിലെ ഏറ്റവും ശക്തരായ പ്രതിപക്ഷ അംഗങ്ങളിൽ ഒരാളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. സുപ്രീം കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടൻ ഈ അടുത്തിടയ്ക്ക് സഭയിൽ ഒരു പുതിയ വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ ഭരണപക്ഷത്തിന് തലവേദനയായിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ അതേ മാത്യു കുഴൽനാടനാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളൊക്കെ വായിക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മൾക്കൊക്കെ അത് മാത്യു കുഴൽനാടനാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഭരണപക്ഷത്തെ മാത്യു കുഴൽനാടൻ ഓരോ വിഷയങ്ങളിലും തെളിവടക്കം ശക്തമായി എതിർക്കുന്നത്. ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഭരണപക്ഷത്തെ എതിർത്തിട്ടുള്ള ഒരു നേതാക്കന്മാരിൽ ഒരാളായിരിക്കും, അല്ലെങ്കിൽ MLA-മാരിൽ ഒരാളായിരിക്കും ശ്രീ മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വേണ്ട സപ്പോർട്ട് കിട്ടാതെ പല പ്രശ്നങ്ങളിലും മാത്യു കുഴൽനാടൻ ഒറ്റപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പറയാൻ പോകുന്നത് മാത്യു കുഴൽനാടൻ ഈ അടുത്തിടയ്ക്ക് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. ശരിക്കും പറഞ്ഞാൽ വരുന്ന തലമുറയ്ക്ക് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സർക്കാരുകൾ ചിന്തിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന് കിട്ടിയ IT ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ വലിയ അവസരം ലോകത്തുനിന്ന് മുഴുവൻ വരുമായിരുന്നത് അത് കേരളത്തിലേക്കായിരുന്നു. കേരളത്തെയാണ് ഉറ്റുനോക്കിയത്. ഏറ്റവും പ്രകൃതി രമണീയമായ നാട്, സംസ്കാര സമ്പന്നമായ നാട്, മതേതര സംസ്കാരമുള്ള നാട്, അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾ, ഏറ്റവും കൂടുതൽ IT വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട്, അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു. അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക്. ഇന്ന് 10 വർഷം മുമ്പ് നമ്മൾ കണ്ട ബാംഗ്ലൂർ അല്ല ഇന്നത്തെ ബാംഗ്ലൂർ, ഹൈദരാബാദ് അല്ല ഇന്ന് ഹൈദരാബാദ്. എത്ര നാളത്തെ ഹിസ്റ്ററി ഉണ്ട്. ബട്ട് ദേ ഹാവ് ഗ്രോൺ ഡീപ്പ് ആൻഡ് വൗ ഹൗ അവർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നിന്നു. നമ്മൾ പലപ്പോഴും എല്ലാ അവസരങ്ങളും തുലച്ച് നമ്മളെ ഈ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ? നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? എന്താണ് സാർ നമ്മൾ നേടാൻ പോകുന്നത്? ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ്. വി ആർ ഫേസിംഗ് എ ഡേഞ്ചർ. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിന് ആളില്ലാണ്ട് വരും, സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും, ഇവിടുത്തെ ബിസിനസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും. അവസാനം വൃദ്ധസദനമായി കേരളം മാറും സാർ. കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരം കൊണ്ട് കേരളത്തിൽ വരേണ്ടിയിരുന്ന നല്ല IT ഓപ്പർച്യൂണിറ്റികളെല്ലാം തന്നെ ബാംഗ്ലൂരിലും ചെന്നൈയിലുമായി പോയി, അല്ലെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് എന്നീ നഗരങ്ങൾ കൊണ്ടുപോയി എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. IT കമ്പനികൾ ഇന്ത്യയിലേക്ക് ഒഴുകി വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കേരളം തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള ഒരു കാരണം ശരിക്കും കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അന്നിവിടെ ഉണ്ടായിരുന്ന സർക്കാരിനെതിരെയുള്ള സമരങ്ങളും തൊഴിൽ പ്രശ്നങ്ങളുമായിരുന്നു. ഈ സമരങ്ങളുടെയും തൊഴിൽ പ്രശ്നങ്ങളുടെയും എല്ലാം മൂല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയാതെ വയ്യ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ഹർത്താലുകളോ മറ്റ് സമരങ്ങളോ തുലവും കുറവാണ്. അത് പ്രതിപക്ഷ പാർട്ടിയുടെ പിടിപ്പുകേടാണ് എന്ന ഒരു വിഭാഗം വിമർശിക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും സാധാരണ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള സമരമുറകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാക്കുന്നത് പോലെ മറ്റുള്ള പാർട്ടികൾ ഉണ്ടാക്കാറില്ല എന്നതാണ് സത്യം. ഇത്തരത്തിലുള്ള തൊഴിൽ സമരങ്ങളുടെയും ബന്ധുക്കളുടെയും ഹർത്താലുകളുടെയും തൊഴിൽ പ്രശ്നങ്ങളുടെയും കാരണം കൊണ്ട് തന്നെയാണ് ഇത്ര നല്ലൊരു സംസ്ഥാനത്തേക്ക് IT വിദ്യാഭ്യാസം അല്ലെങ്കിൽ IT തൊഴിൽ മേഖല കടന്നു വരാതിരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുൻപ് സന്തോഷ് ജോർജ് കുളങ്ങര വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത്ര ആർജവത്തോടുകൂടി ഇത്ര ശക്തമായി ഈ വിഷയം അവതരിപ്പിക്കുന്നത് മാത്യു കുഴൽനാടനാണ്. അതും അവതരിപ്പിക്കുന്നത് നമ്മുടെ നിയമസഭയിലായതുകൊണ്ട് തന്നെ അതിന് വേണ്ട പ്രസക്തിയും പരിഗണനയും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്യു കുഴൽനാടൻ പറഞ്ഞ ഈ വിഷയം ശരിക്കും ബാധിച്ചിരിക്കുന്നത് യുവതലമുറയിലെ അഭ്യസ്തവിദ്യരായ ആൾക്കാരെ മാത്രമല്ല, എഞ്ചിനീയറിങ്ങോ MBBS അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ യുവാക്കളെയോ യുവതികളെയോ മാത്രമല്ല, താഴെത്തട്ടിലുള്ള ജോലികൾ ചെയ്യാൻ പോലും കേരളത്തിലുള്ള യുവാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം നമ്മളെ പഠിപ്പിക്കുന്നത്. വലിയ കാലതാമസമില്ലാതെ കേരളത്തിലെ മാതൃഭാഷ മലയാളമാണെന്ന് നമ്മളൊക്കെ മറന്നുപോകുന്ന ഒരു കാലം പോലും സജീവമാകുമോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്തായാലും ഈ വിഷയത്തിലെ RR ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ പോയാൽ യുവതലമുറ മൊത്തത്തിൽ കേരളത്തിൽ നിന്നും പോകുന്ന ഒരു അവസ്ഥ വന്നാൽ എന്താവും കേരളത്തിന്റെ ഭാവി? നമുക്കിതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ വ്യക്തിപരമായി ഓരോ ആൾക്കാർക്കും എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? RR ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.